കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള യാൺ എടുത്തിരിക്കുന്നത്. നമുക്കിത് ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇട്ട് തുടങ്ങാം. എന്നിട്ട് നമ്മുടെ ഹുക്ക് എടുത്തിട്ട് നമ്മുടെ സ്ലിപ്പ് നോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് നമ്മുടെ യാണിനെ ഹോൾഡ് ചെയ്യുന്ന രീതി. അപ്പോൾ ഇതുപോലെ ആയിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. തുടക്കത്തിൽ ഒന്നും ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി ആ രീതിയിൽ പിടിക്കും. മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്യാറ്. കൈ കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും, പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. ഇനി നമ്മൾ ചെയിൻ തുടങ്ങണേക്കാട്ടും മുമ്പ് നമ്മുടെ ഹുക്ക് ഉണ്ടല്ലോ, അതെപ്പോഴും ഒരു ഓപ്പോസിറ്റ് സൈഡിലോട്ട് പിടിച്ചിട്ടുണ്ടാവണം. എന്നിട്ട് ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി നമ്മുടെ യാൺ എടുത്തിട്ട് സ്ലിപ്പ് നോട്ടിൻ്റെ ഉള്ളിക്കോടതി വലിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ സിംഗിൾ സ്റ്റിച്ചും ചെയ്തെടുക്കുന്നത്. ഒന്നും കൂടെ കാണിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് പിടിച്ചിട്ട് നമ്മുടെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ യാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. എന്നിട്ട് ഇതാ ഉള്ളിക്കോട് ഇങ്ങനെ പുൾ ചെയ്ത് എടുക്കണം. ഇതാണ് കേട്ടോ. എല്ലാവർക്കും ഇത് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റിച്ച് മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തേണ്ട ഒരു ചെയിൻ ഉണ്ടല്ലോ, അതുമ്പോൾ കൈ വെച്ചിട്ട് വേണം അടുത്ത ചെയിൻ നമ്മൾ ഉണ്ടാക്കാൻ. അപ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കാനോ ഭയങ്കരമായിട്ട് ലൂസാക്കി പിടിക്കാനോ പാടില്ല. അപ്പോൾ ആ സ്റ്റിച്ചസൊക്കെ വേറെ, അതായത് ഒരെണ്ണം വലുതോ ഒരെണ്ണം ചെറുത് അങ്ങനെ ഇരിക്കും, ഒരു പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? സോ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വലിയ നൂല് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കൊരു സാധാരണ നൂലിലും കൂടെ എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ സ്ലിപ്പ് നോട്ട് എടുക്കുക. ബാക്കി എല്ലാവരും ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ടാൽ നമ്മുടെ ഹുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെ ഞാൻ നൂല് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇതേനാട്ടോ നമ്മൾ ഈ ഹുക്ക് ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിക്കോടെ വലിച്ചെടുക്കുക. ഇത് ചെറിയ ഹുക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ നൂലൊക്കെ തെന്നിപ്പോവും. ആദ്യത്തെ ചിലപ്പോൾ 1-2 പ്രാവശ്യമൊന്നും കിട്ടിയതൊന്നും വരില്ല. ചിലപ്പോൾ 10 പ്രാവശ്യം ട്രൈ ചെയ്താലും കിട്ടില്ല. പക്ഷെ എന്തായാലും ഇത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഡെഫിനറ്റ്ലി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ചെയിൻ കാണുന്നത്. ഇത് ഭയങ്കര ചെറുതാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാനാണ് നേരത്തെ അത് കാണിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അതിൻ്റെ ഫാനൊക്കെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പേര് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹായ് സൂര്യക്ക് ഒരു വലിയ ഹായിട്ടോ. താങ്ക് യു എപ്പോഴും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ ബൈ.